ബസ് സ്റ്റോപ്പിൽ നിന്ന് 500 മീറ്റർ ഡിസ്റ്റൻസിൽ 3.5 സെന്റ് 3 ബെഡ്റൂമുകളുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. .6 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഇതൊരു നല്ല വില്ല പ്രൊജക്റ്റിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4.7 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 8 അടിയിലേറെയാണ് വിഡ്ത്ത് വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് കാർ പാർക്കിംഗ് സ്പേസിലേക്കാണ്. 18.5 അടിയിലേറെ നീളവും 9 അടി വീതിയുമുള്ള ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു SUV വാഹനം തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം മെറ്റൽ ചിപ്സാണ് പാകിയിരിക്കുന്നത്. ഇത് വീടിൻ്റെ കിഴക്ക് ഭാഗമാണ്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ബാക്ക് സൈഡാണിത്. ഇവിടെയായിട്ടായിരിക്കും വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. 6 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ ഫ്ലോറിംഗ് ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫിംഗ് ഷീറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. വടക്ക് ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. മെറ്റൽ ചിപ്സാണ് ഇവിടെയും പാകിയിരിക്കുന്നത്. ഈ ഒരു വില്ല പ്രോജക്റ്റിൽ കുടിവെള്ളത്തിനായി കിണറിനെയാണ് ആശ്രയിക്കുന്നത്. ഈ ഒരു വില്ല പ്രോജക്റ്റിന് കോമൺ കിണറാണ് ഉള്ളത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 12 അടിയിലേറെ നീളവും 6 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. പടിഞ്ഞാറ് ദർശനമായുള്ള ഈ വീടിൻ്റെ പ്രധാന വാതിൽ പടിഞ്ഞാറ് ദർശനമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് ഹാൻഡിൽ വരാനുണ്ട്. അതുപോലെ ഫ്രണ്ട് വിൻഡോയും തേക്കിൻ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസ്. 12 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസും മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയറും നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരാം. 14 അടിയിലേറെ നീളവും 7 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വളരെ മനോഹരമായി സെറ്റ് ചെയ്ത ഒരു വാഷ് കൗണ്ടർ കാണാം. ഈ ഭാഗത്തായിട്ട് സ്റ്റെയറിന് താഴെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിരിക്കുന്നു. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷനും നൽകിയിരിക്കുന്നത്. 10 അടി നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുമാണ് ഈ വീടിനുള്ളത്. നമ്മളിപ്പോൾ താഴത്തെ നിലയിലെ ബെഡ്റൂമിലാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്.
13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് സ്റ്റെയറിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. സ്റ്റെപ്പുകൾ ടൈല് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 11 അടിയിലേറെ നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് നൽകിയിരിക്കുന്നു. ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരാം. നമുക്കിനി മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് വരാം. 13 അടിയിലേറെ നീളവും 6 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഇതൊരു കവേർഡ് ബാൽക്കണിയാണ്. ഇത് കൂടാതെ ഈ ഒരു റൂഫ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 9.5 അടിയിലേറെ നീളവും 6 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റും വാഷ് ബേസിനുള്ള പോയിന്റും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.7 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 14 കിലോമീറ്റർ, കാക്കനാടേക്ക് 15 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3.5 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 54 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.